നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇനി പറ, മോൾ അത്രയ്ക്ക് വിശുദ്ധയാണോന്ന്? അത് ഞാൻ. ഓഹോ, ഇനി നീ അല്ലെന്നാവും. പറഞ്ഞൊഴിയാൻ എളുപ്പമായിരിക്കും. പക്ഷേ ലോകത്തിൽ ആരുടെ മുന്നിൽ കാണിച്ചാലും ഇത് നീ അല്ലെന്ന് പറയണമെങ്കിൽ അവരത്രയ്ക്കും കണ്ണുപൊട്ടന്മാരായിരിക്കണം. തെരുവിൽ കിടന്ന് അടിയും കൂടി തെരുവ് പെണ്ണുങ്ങളെ പോലെ ജീവിച്ചും കഴിഞ്ഞ നീ ആ ജീവിതം മറച്ചു വെച്ച് ഇവിടെ കടന്നുകൂടിയതിന്റെ കാരണം ഞങ്ങൾക്കറിയാത്തതൊന്നുമല്ല. ഈ തള്ളയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് ചുളുവിൽ അങ്ങനെ എല്ലാം തട്ടിയെടുക്കാന്നാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല മോളെ. മര്യാദയ്ക്ക് ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഇറങ്ങിപ്പോയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഗുണ്ടയായിരിക്കില്ല, ഞങ്ങൾ തന്നെ ആയിരിക്കും നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ പേരിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോകുന്നത്. എന്നാ നീ ചെല്ലടാ, ചെന്ന് പോലീസിനെ വിളിച്ചോണ്ടാ. എന്തിന് ഇവളെ മാത്രം ആക്കണം? മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അതിന്റെ കാരിയറായി നടക്കുന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. ഗാർഹിക പീഡനത്തിന് ദാ ഈ നിൽക്കുന്ന നിന്റെ തന്തയും. എന്താ മതിയോ? നീയൊക്കെ എവിടെ നിന്നോ കൊണ്ടുവരുന്ന വീഡിയോയും തട്ടിപ്പ് തെളിവുകളും വെച്ച് ഞാൻ എന്റെ മകളെ അവിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ നീ വീഡിയോ കാണിച്ചപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് കേറി വന്ന ആ തെമ്മാടി വെറുതെ തേടി പിടിച്ചു വന്നതല്ല, നീ പോയി കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി എന്റെ റാണിമോള് മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെന്ന് നീ വിചാരിക്കും. എനിക്കതൊരു പ്രശ്നമേ അല്ലെങ്കിലോ. ഇവൾക്ക് പോലും ഓർമ്മയില്ലാത്ത ഇവളുടെ ഭൂതകാലത്തെ പറ്റി ഞാൻ എന്തിനാടാ വിഷമിക്കുന്നേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടപ്പോ മുതലുള്ള സ്വഭാവമാണ് പ്രധാനം. എന്റെ മക്കൾ എന്നോടും കുടുംബത്തോടും എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് എന്റെ ആഗ്രഹം പോലെ പെരുമാറിയത് ഇവളാ. നീ ഫോണിൽ കാണിച്ചു തന്ന പോലൊരു പെണ്ണിന് എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും എന്റെ റാണി മോളെ പോലെ പെരുമാറാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, ഇത് നീ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയി ഉണ്ടാക്കിയെടുത്തതായിരിക്കും. നിർത്തടാ, അങ്ങനെ അല്ലല്ലോ നീ വിളിക്കാറുള്ളത്. ഇപ്പോ നിന്റെ പക്ഷം ന്യായീകരിക്കാനും എന്നെ ബോധിപ്പിക്കാനും വേണ്ടി തള്ള എന്ന പേര് മാറ്റി അമ്മ എന്നാക്കണ്ട. അങ്ങനെ സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം എന്നെ അങ്ങനെ വിളിച്ചാ മതി. അതിന് ഇപ്പൊ എനിക്കൊരാളുണ്ട്, റാണി. പിന്നെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയും ഇമാതിരി കള്ളത്തെളിവുകൾ ഹാജരാക്കിയും ഇവളുടെ ഒപ്പ് വാങ്ങിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പറയുന്നത് ഞാനാ. ഈ വീടിന്റെയും പറമ്പിന്റെയും യഥാർത്ഥ അവകാശിയായ ഞാൻ. എനിക്കറിയാം ഇനി ഇതെന്ത് ചെയ്യണമെന്ന്. വാ മോളെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയും ചാരി നിന്നവൾ മണ്ണും കൊണ്ട് പോകും തോന്നുന്നുടാ. ഇതൊന്നും കണ്ട് മോള് പേടിക്കണ്ട കേട്ടോ. ഇനിയും ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. അതൊന്നും മോള് ബാധിക്കുന്നതല്ല എന്ന് കരുതിയാ മതി. അമ്മ ഇപ്പൊ വരാം. അമ്മ, ആ മനുഷ്യൻ ഇനി ശരിക്കും എന്നെ തന്നെ അന്വേഷിച്ചു വന്നതാവോ? എന്റെ മക്കളുടെ കള്ളത്തരം എന്നോളം അറിയാവുന്ന വേറെ ആരുമില്ല മോളെ. അതൊരിക്കലും നിന്നെ അന്വേഷിച്ചു വന്ന ആളല്ല. അയാളെ അഭിജിത്ത് കൂട്ടിക്കൊണ്ടു വന്നതാ. എനിക്കത് ഉറപ്പാ. മോള് സമാധാനായിട്ടിരിക്കെ. മോളെ, ഇനി അങ്ങനൊരു പാസ്റ്റ് നിനക്കുണ്ടെങ്കിലും അമ്മയ്ക്കത് അറിയണ്ട. എന്റെ മുന്നിൽ ഇപ്പോഴുള്ള ഈ കുട്ടിയാണ് അമ്മയുടെ മകള്. അത്രയുള്ളൂ. ഞാൻ ഇപ്പൊ വരാം മോളെ. ഇനി അഥവാ അയാൾ എന്നെ തന്നെ അന്വേഷിച്ചു വന്നതാണെങ്കിൽ, ആ വീഡിയോയിൽ കണ്ടത് ഞാൻ തന്നെയാണെങ്കിൽ ശരിക്കും ഞാൻ ആരാ?
ചെറിയ വ്യത്യാസം ഒഴിച്ചാ അത്ര പെട്ടെന്നൊന്നും ആരും കണ്ടുപിടിക്കുകയോ തിരിച്ചറിയോ ചെയ്യില്ലെന്ന് ഉറപ്പാ. എന്നിട്ടും വസന്തൻ അങ്കിളിന് എന്നെപ്പറ്റി സംശയം തോന്നാനുള്ള കാരണം എന്താ? അത് മധുമിതയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കണം. പക്ഷേ സംശയം തോന്നിയ സ്ഥിതിക്ക് ഇനി ആ കണ്ണുവെച്ച് അവരെന്നെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് കൂടുതൽ സംശയങ്ങൾക്ക് ഇട കൊടുക്കും മുമ്പ് പൂജയ്ക്കുള്ളതെല്ലാം തരപ്പെടുത്തി ഇവിടെ നിന്ന് മുങ്ങാൻ സാധിക്കണം. പൂജ, 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 പൂജ. എന്താ ആന്റി? എന്താ മുറിക്കകത്ത് കഥ അടച്ചിരിക്കുന്നേ? അർജുൻ കാത്തിരിക്കുന്നു. വേഗം ഹാളിലേക്ക് വരാൻ പറഞ്ഞു. ദേ വരുന്ന ആന്റി. എന്താണാവോ ഇത്ര അത്യാവശ്യത്തില്? വാഷ്റൂമിലാണെന്നാ തോന്നുന്നത്. ഇപ്പൊ വരും. ഇനി ഞാൻ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലത്ത് വല്ല തെളിവോ മറ്റോ കണ്ടെത്തി കാണുമോ? അതും കാണിച്ച് ചോദ്യം ചെയ്യാനായിരിക്കും. എന്തായാലും ഇവിടെ ഇനി അധിക കാലം നിൽക്കാനാവും തോന്നുന്നില്ല. ആ മോള് വന്നോ? അല്ല, ഡ്രസ്സൊന്നും മാറിയില്ലേ? ഈ വേഷത്തിലാണോ ആശുപത്രി പോകുന്നേ? ആശുപത്രിയിലേക്കോ? എന്തിന്? ആഹാ, അത് ശരി. അതുവരെ ഓർമ്മയില്ലേ? ഇന്നല്ലേ അർജുന്റെ കാലിലെ പ്ലാസ്റ്റർ എടുക്കുന്ന ദിവസം? അയ്യോ, അത് ഞാൻ മറന്നു. രാവിലെ ചേട്ടനെ ഓർമ്മിപ്പിച്ചു പോലും ഇല്ലല്ലോ. എന്താ ഇങ്ങനെ? ഇതൊക്കെ ഓർമ്മിപ്പിക്കണോ? ഓർക്കേണ്ടതല്ലേ? വസന്തേണ്ണ വരെ ഓർമ്മയുണ്ടായിരുന്നല്ലോ. അങ്കിളിനിപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം എല്ലാം ഓർമ്മയാ അല്ല അങ്കിളെ? മോള് വേഗം റെഡിയായി ചെല്ലാൻ നോക്ക്. ഞാൻ മറന്നോ ചേട്ടാ? ഇതിപ്പോ ഈ പ്ലാസ്റ്റർ എടുക്കേണ്ട കാര്യം മാത്രല്ലേ ഉള്ളൂ. എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അയ്യോ, എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല മധുവന്റി. എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന പോലെ വല്ലാത്തൊരു വയറുവേദന, അത്രേ ഉള്ളൂ. അതെയോ? ഞാൻ കരുതി മോളിപ്പോ അർജുനോടൊപ്പം പോയി അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു വരാമെന്ന്. എന്തിനാ അച്ഛമ്മ? അല്ല, ആക്സിഡന്റിന് ശേഷം ആശുപത്രിയിലേക്ക് പിന്നെ പോയില്ലല്ലോ. അല്ല, ആശുപത്രിയിലേക്ക് അസുഖം ഉണ്ടെങ്കിൽ പോയ പോരെ? അതല്ല പൂജ, താൻ മാനസികമായി ഇപ്പോഴും ചില സമയങ്ങളിൽ അബ്നോർമലായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് ഇവർക്കൊക്കെ ഒരു സംശയം. ഇവർക്കെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മധുവാന്റിക്ക്. അപ്പൊ അവർക്ക് ഡോക്ടറെ കണ്ട് ഒന്ന് കൗൺസിലിംഗ് ചെയ്താലോന്ന് ആന്റിക്കൊരു സജഷൻ. ഓ, അപ്പൊ ഇനി എന്നെ ഭ്രാന്തി കൂടി ആക്കണോ ആന്റിക്ക്? അയ്യോ, അതല്ല മോളെ. എന്തായാലും ഇത് ഇത്തിരി കൂടിപ്പോയി ആന്റി. മോളെ, മധു ഉദ്ദേശിച്ച അതല്ല. എന്തുദ്ദേശിച്ചിട്ടായാലും അച്ഛമ്മ കൂടി ഇതിന് കൂട്ടു നിന്നല്ലോ. അല്ല പൂജ, വെറുതെ ഒന്ന് പോയി ആ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാന്നേ ഞാൻ പറഞ്ഞോളൂ. കൂടെ വേണമെങ്കിൽ ഞാനും കൂടി വരാം. എന്നിട്ട് വേണമായിരിക്കും എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുണ്ടെന്ന് ഇവിടെ വന്ന് വിളമ്പാൻ, അല്ലേ? എടോ താൻ വരുന്നില്ലെങ്കിൽ വേണ്ട.